ശ്രദ്ധിക്കുന്ന സഹോദരായ നല്ലവരായ എല്ലാ നല്ലവരായ നാട്ടുകാർക്കും ഞങ്ങളുടെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. കാലം അതിന്റെ വല്ലാത്ത ഒരു പോക്കിലേക്ക് പോകുമ്പോൾ ദൈവത്തിന്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന കൊച്ചു കേരളത്തിൽ ഉന്നത രീതിയിൽ അഭിമാനിക്കാവുന്ന അഭ്യസ്തവിദ്യരായ ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന എല്ലാ രീതിയിലും ഉന്നത നിലവാരം പുലർത്തുന്ന ശാസ്ത്രീയമായി, സാങ്കേതികപരമായി, വിദ്യാഭ്യാസപരമായി, സാമ്പത്തികപരമായി, വാണിജ്യപരമായി, ശാസ്ത്രീയപരമായി എല്ലാ രീതിയിലും ഉന്നതിൽ നിൽക്കുന്ന കൊച്ചു കേരളം. എന്നാൽ ഇന്നത്തെ കൊച്ചു കേരളത്തിന്റെ സ്ഥിതി എന്താണ്? ഈ നാളുകളിൽ നമ്മുടെ പത്ര ദൃശ്യമാധ്യമങ്ങളിലൂടെ നാം കേൾക്കുന്ന വാർത്തകൾ നാം ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു മലയാളി എന്ന നിലയിൽ, ഒരു അഭ്യസ്തൻ എന്ന നിലയിൽ ലജ്ജിച്ച് തലതാഴ്ത്തുന്ന അനുഭവങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോൾ എന്താണ് ഇങ്ങനെയെല്ലാം ഈ മനുഷ്യന്റെ മനസ്സിങ്ങനെയെല്ലാം മാറുകയും അവർ നീച പ്രവൃത്തികൾ കൊണ്ട് നിറയുകയും ചെയ്യുന്നതിന്റെ കാരണം എന്താണ്? മനുഷ്യൻ ഇത്രമാത്രം അധപ്പതിച്ചു പോയ വേറൊരു കാലഘട്ടം ഈ ഉലകത്തിൽ വേറൊരു തലത്തിലും ഇല്ലാതിരിക്കും. വൈകൃതമായ സ്വഭാവങ്ങൾ കൊണ്ട് മനുഷ്യൻ നിറഞ്ഞിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് മനുഷ്യൻ ഇങ്ങനെ ചിന്തിക്കുന്നതെന്നും എന്താണ് മനുഷ്യൻ ഇങ്ങനെ ക്രൂരമായി ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്ന ഘടകമെന്നും ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിൽ ദൃഢമായ നിയമ സംവിധാനങ്ങളും എല്ലാ മാർഗരേഖകളും ഉണ്ടായിരിക്കെ ഒരു നിയമത്തിനും സാധിക്കാത്ത രീതിയിൽ, ഒരു നിയമത്തിനും നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിൽ മനുഷ്യന്റെ മനസ്സ് വൈകൃതമായ തലത്തിലേക്കൊക്കെ മാറിപ്പോകുന്നതിന്റെ കാരണം എന്താണ്? എന്താണ് ഇങ്ങനെ മനുഷ്യൻ ചെയ്യുവാനുള്ള ഒരു കാരണം എന്താണ്? അതിനൊറ്റ കാരണമാണ് വിശുദ്ധ ബൈബിളിൽ പറയുന്നത്, പാപം. മനുഷ്യന്റെ ഉള്ളിൽ കൂടിയിരിക്കുന്ന പാപമാണ് മനുഷ്യനെ ഇത്രമാത്രം നീചമായ പ്രവർത്തനങ്ങൾ ചെയ്യിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഘടകം എന്ന് പറയുന്നത്. വിശുദ്ധ ബൈബിളിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകശീലനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യൻ എന്നാ പറയുന്നത്. നാം എത്രമാത്രം ഉന്നതനായാലും, നാം എത്രമാത്രം സാമ്പത്തികപരമായി എല്ലാ രീതിയിലും ഉന്നതനാണ് എന്ന് അഭിമാനിച്ചാലും മനുഷ്യൻ വിവേകശൂന്യനായാൽ, വിവേകമില്ലാതായാൽ പോയാൽ അവന്റെ കറുത്തിരുണ്ട മനസ്സ്, അവൻ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യമായ പ്രവൃത്തികൾ കൊണ്ട് മാത്രമാണ്. അത് മാത്രമേ അവനെ കുറിച്ച് വിധി എഴുതുവാൻ കഴിയുള്ളൂ. മനുഷ്യൻ ഇത്രമാത്രം അധപ്പതിക്കുവാൻ ഒരു കാരണം മനുഷ്യനുള്ളിൽ എക്കാലവും കുടിയിരിക്കുന്ന ഒരു അനുഭവമാണ് പാപം എന്ന് പറയുന്നത്. മനുഷ്യൻ ജനിക്കുമ്പോൾ തന്നെ പാപത്തിന് അധീനനാണ്. എല്ലാ മനുഷ്യന്റെ ഉള്ളിലും പാപമുണ്ട്. ജന്മ കർമ്മ പാപങ്ങൾക്ക് മനുഷ്യൻ വിധേയനാണ്. ഈ പാപം വളർന്ന് ദൈവത്തിൽ നിന്ന് മനുഷ്യൻ എത്രമാത്രം അകന്നു പോകുമോ അത്രമാത്രം അവൻ ക്രൂരമായ പ്രവർത്തികൾക്കും വിധേയപ്പെടുന്നതായി നാം കാണുവാൻ കഴിയും. എന്താണ് പാപം എന്ന് പറയുന്നത്? ദൈവം മനുഷ്യനെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചപ്പോൾ ഒരു വ്യവസ്ഥ മനുഷ്യനുമായി വെച്ചിട്ടുണ്ട്. ചെയ്യരുത് എന്ന് പറയുന്ന കാര്യം ദൈവത്തിന്റെ നിയമത്തിലുള്ള കാര്യങ്ങളുണ്ട്. എന്നാൽ അന്നും ഇന്ന് മനുഷ്യൻ ചെയ്യരുത് എന്ന് ദൈവം വിലക്കിയിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതാണ് പാപം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് കാണുന്ന സകല അരാജകത്തിനും മനുഷ്യൻ ഇന്ന് ചെയ്യുന്ന എല്ലാ ക്രൂരമായ പ്രവൃത്തികൾക്കും അതിന്റെ ഒരു ഒറ്റ കാരണമുള്ള അവന്റെ ഉള്ളിൽ കുടിയിരിക്കുന്ന പാപം. ഈ പാപത്തെ മോചിപ്പിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയെ കുറിച്ചാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. പ്രിയരെ, അത് മറ്റാരുമല്ല, കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. നമ്മുടെ ഈ ഭൂമിയിൽ നടമാടുന്ന ഏത് തത്വങ്ങൾ കൊണ്ടോ ഏത് നിയമങ്ങൾ കൊണ്ടോ മനുഷ്യന്റെ ഉള്ളിൽ കുടിയിരിക്കുന്ന പാപ സംവിധാനത്തെ മാറ്റുവാൻ കഴിയാതിരിക്കുമ്പോൾ, നാം മുടക്കുന്ന പണത്തിനോ നമ്മുടെ ഉന്നതമായ ഏത് സംവിധാനത്തിനോ മനുഷ്യന്റെ പാപത്തെ തുടച്ചു നീക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ ആ പാപത്തെ മാറ്റുവാൻ കഴിയുന്ന ഒരു വിമോചകനാണ് കർത്താവായ യേശു ക്രിസ്തു. യേശുവിന് മാത്രമേ മനുഷ്യന്റെ ഉള്ളിൽ കുടിയിരിക്കുന്ന തിന്മയുടെ പാപത്തിന്റെ അവസ്ഥകളെ മാറ്റിക്കൊണ്ട് ഒരു മനുഷ്യനെ യഥാർത്ഥ മനുഷ്യനാക്കി മാറ്റുവാൻ കഴിയുന്നത്. അതിനാണ് മാനസാന്തരം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ ഇന്ന് നടമാടുന്ന സകല അരാജകത്തിനും, ഇന്ന് നടമാടുന്ന സകല ക്രൂരമായ പ്രവൃത്തികൾക്കും വിമോചനം വരണമെങ്കിൽ അത് യേശുവിന്റെ ചിന്തകൾ, അതായത് സുവിശേഷ സത്യസന്ദേശങ്ങൾക്ക് മാത്രമേ മനുഷ്യനെ വെളിച്ചത്തിലേക്ക് നയിച്ച് അവനെ ഒരു മനുഷ്യനാക്കി മാറ്റുവാൻ കഴിയുകയുള്ളൂ. അങ്ങനെയെങ്കിൽ കാലാകാലങ്ങളിൽ ഞങ്ങൾ ഈ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നതിനും പ്രചരിക്കപ്പെടുന്നതിനും ഒരു ഉദ്ദേശമുണ്ട്. മനുഷ്യനെ ദൈവം ആഗ്രഹിക്കുന്ന പോലെ ഒരു മനുഷ്യനെ മനുഷ്യനാക്കി എടുക്കുക, മാനസാന്തരപ്പെടുത്തി എടുക്കുക. അതിന് ശക്തമായ സുവിശേഷത്തിന് മാത്രമേ, സുവിശേഷ സംഘത്തിന് മാത്രമേ മനുഷ്യന്റെ കണ്ണുകളെ തുറക്കുവാൻ കഴിയുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇത് അന്ത്യകാലമാണ്, ഇത് ദുഷ്കാലമാണ് എന്നൊക്കെ വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ അതിൻ്റെതായ
ക്രൂരമായ പ്രവൃത്തികൾ ഏത് മേഖലയിലും നമുക്ക് കാണുവാൻ കഴിയുമ്പോൾ ഇതിനെയെല്ലാം തുടച്ചു മാറ്റുവാൻ കഴിയുന്ന ഒരേ ഒരു ശക്തി, ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് സുവിശേഷമാണ്. സുവിശേഷം എവിടെയെല്ലാം എത്തിച്ചേർന്നിട്ടുണ്ട് അവിടെയെല്ലാം ജനങ്ങൾക്ക് മാറ്റം വന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് മനുഷ്യൻ അനുഭവിക്കുന്ന സകല അടിമത്തത്തിനും പാപത്തിന്റെ പാപസംബന്ധമായ ജീവിത സംബന്ധമായ സകല മാനവജാതിയുടെയും സകല പ്രശ്നങ്ങൾക്കും പരിഹാരം വരുത്തുവാൻ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. പ്രിയപ്പെട്ടവരെ, യേശു കർത്താവ് തന്നെ പറയുന്നുണ്ട്, യേശു തന്നെ പറയുന്നു, എന്നിൽ വിശ്വസിക്കുക, എന്നിൽ വിശ്വസിക്കുക, നിങ്ങൾക്ക് വിശ്വസിക്കുന്നവർക്ക് സമാധാനം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഈ കാലഘട്ടങ്ങളിൽ മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് കൂടി ഇറങ്ങിപ്പോയ സമാധാനത്തിനും മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിപ്പോയ സന്തോഷത്തിനും അതിനുമെല്ലാം മടങ്ങി വരവ് ആഗ്രഹിക്കുന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ, സമാധാനം നൽകുന്ന, നമ്മുടെ പാപങ്ങളെ മോചിക്കുന്ന, നമ്മുടെ വിഷയങ്ങൾക്ക് പരിഹാരം തരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. യേശുവിൽ വിശ്വസിക്കുക എങ്കിൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന്, രക്ഷപ്പെടുമെന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ മാനവജാതി സകല രീതിയിലും നശിച്ച്, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് അധപ്പതനത്തിലേക്ക്, മദ്യവും മയക്കുമരുന്നും മറ്റെതിരെ മ്ലേച്ഛ പ്രവൃത്തികൾ കൊണ്ടൊക്കെ മനുഷ്യർ അരങ്ങു വാഴുമ്പോൾ, സമൂഹങ്ങൾ നശിക്കുമ്പോൾ, ഒരു രാജ്യം തന്നെ നാശത്തിലേക്ക് പോകുമ്പോൾ, നമ്മുടെ ഭാവി തലമുറകൾ നാശത്തിലേക്ക് കടന്നു പോകുമ്പോൾ, ഇതിനെല്ലാം പ്രതിവിധി വരുന്ന ഒരേ ഒരു കാര്യം കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. യേശുവിന് മാത്രമേ നമ്മുടെ ഉള്ളിൽ കൂടിയിരിക്കുന്ന സകല പ്രശ്നത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയുള്ളൂ. നിങ്ങൾ ഈ സന്ദേശം ഇവിടെ കൈമാറുന്നു പ്രിയപ്പെട്ടവരെ. സുവിശേഷത്തിന് മാത്രമേ മനുഷ്യന്റെ കണ്ണുകളെ തുറക്കാൻ കഴിയൂ. സുവിശേഷത്തിൽ വിശ്വസിക്കുക. സുവിശേഷം നമ്മളെ മനം മാറ്റി മനുഷ്യനാക്കി, നല്ലൊരു മനുഷ്യനാക്കി സമൂഹത്തിനും കുടുംബത്തിനും ദേശത്തിനും അനുഗ്രഹമായി തീർക്കട്ടെ. ഈ സന്ദേശം ഞങ്ങൾ കൈമാറുന്നു. ദൈവം നിങ്ങളെല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.